തുടങ്ങാം. മുംബൈ കേബിൾ വിഷന്റെ ബിസിനസ് വനിതയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വെസ്റ്റ് മുംബൈയിലെ പോപ്പുലർ റെസ്റ്റോറന്റായി മാറിയ സാറാസ് കോഫി ക്ലബിന്റെ ഉടമയായ സാറയോടൊപ്പമാണ് നമ്മളിപ്പോൾ. സാറയുടെ സ്വകാര്യ വിശേഷങ്ങളിലേക്ക്. സാറയുടെ ഹസ്ബൻഡ് ഡിവോഴ്സ് ആവാറായി, കേസ് നടക്കുക. ഓ, പ്രണയവിവാഹമായിരുന്നോ? ഒടുക്കത്തെ പ്രേമം. എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത്? എന്റെ കോളേജിലൊരു ഫംഗ്ഷന് ഫോട്ടോ കൊടുക്കാൻ വന്നതാ ജീവൻ. ആ പരിചയം അങ്ങോട്ട് വളർന്ന പ്രേമമായി. പിന്നെ പതിവ് രീതികൾ: ഐസ്ക്രീം പാർലർ, ബസ് സ്റ്റാൻഡ്, പാർക്ക്, പിന്നെ അത് വീട്ടിലറിയൽ, വീട്ടുതടങ്കലിലാക്കൽ, ഒടുവിൽ ഒളിച്ചോട്ടും. ഇതൊക്കെയാണെങ്കിലും വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു. हेलो मैम साहब साहब ഇച്ചിരി കൂടി ലെമണും ജിഞ്ചറും ഉണ്ടെങ്കിൽ क्या मैम കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. क्या बोल रहे हैं मेरे समझ में नहीं आ रहा. कुछ नहीं भाई साहब, इनके पिताजी रसोई में काम करते थे. अच्छा खाना बनाने की बहुत शौकीन है. രസോയി में काम करना चाह कुछ नहीं करना. എന്റെ അപ്പനെ ദാ ആ കാണുന്നില്ലേ, അതുപോലത്തെ 5 ഹോട്ടൽ ഉണ്ട്, അറിയോ? എനിക്കറിയാലോ, ഞാൻ വെറുതെ ഹലോ, പറഞ്ഞു. മേരെ പിതാജി ബഡാ ഹോട്ടൽ കാ ബഡാ ബഡാ ബഡാ. പുള്ളിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പനെ പറ്റി കേട്ടിട്ടുണ്ട്. അറിയാം. വാ, ഈ ഹിന്ദിയൊക്കെ പറയുമ്പോഴാണല്ലേ നമ്മുടെ മലയാളത്തിന്റെ ഒരു സുഖം മനസ്സിലാവുന്നത്. ഉവ്വ. ഒരു കണക്കിന് ഇതുപോലൊരു മഹാനഗരത്തിൽ ഒറ്റയ്ക്ക് വന്ന് പെടുന്നത് വലിയ കാര്യമാണ്. ഏത് കണക്കിന്? ഇടി ഒറ്റയ്ക്ക് വന്ന് പെടുമ്പോൾ നമുക്ക് പരിചയക്കാരും ഇല്ലാതാവുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു തോന്നൽ വരും. അപ്പം നമുക്ക് പരസ്പരമുള്ളൊരു വിശ്വാസം, സ്നേഹം അതൊക്കെയും കൂടും. അത് നേരാ. പക്ഷെ അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും കൂടും. കൂടട്ടെ, അതൊരു സുഖം എടുത്താറാമേ. ഇടി കേട്ടിട്ടില്ലേ, തണലത്ത് നിന്നാ വളരത്തില്ല. കാഞ്ഞിരപ്പള്ളിയിലെ തണലത്തൊന്നും മുംബൈ മഹാനഗരത്തിലെ വെയിലത്തോട്ട് വിധി നമ്മളെ പറിച്ച് നട്ടേക്കുവാ. അപ്പം നമ്മൾ ഇവിടുന്ന് വളർന്നങ്ങ് പൊങ്ങും. ഓ, എനിക്ക് മാനം മുട്ടൊന്നും വളരണ്ടെന്നേ. ഒരു കൊച്ചു കോഫി ഷോപ്പ് സ്വന്തമായിട്ട് ഞാൻ പേരും കണ്ടുവച്ചിട്ടുണ്ട്. സാരാ ജീവൻസ് കോഫി ക്ലബ്. എങ്ങനെയുണ്ട് ബിസിനസ്? അപ്പച്ചന്റെ മോള് തന്നെടി. ആട്ടെ, ബോംബെയിൽ ഒരു കോഫി ഷോപ്പ് ഇടാൻ എത്ര രൂപയാവും അറിയാവോ? ഞാൻ ഇട്ടോണ്ട് വന്ന ആ ഡയമണ്ട് നെക്ലസ് മാത്രം ഊരി വിറ്റ എത്ര കിട്ടുമെന്ന വിചാരം? എനിക്കറിയത്തില്ല. എനിക്ക് ആകെയുള്ളൊരു പരിചയം അമ്മച്ചിയുടെ 2 പവൻ വളയാ. അത് തന്നെ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് പോട്ട് പറ, എത്ര രൂപ കിട്ടും? 25. 25,000 രൂപയെ? അയ്യടാ, 25 ലക്ഷം. ലക്ഷോ? പിന്നല്ലാണ്ട് അത് സോളിറ്റേറാ മോനെ. ഇനി നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഗ്യാപ്പ് വിട്ട് പറയണേ. എനിക്കൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വരാത് മതി. അതുപോട്ടെ, ഈ ഡയമണ്ട് നെക്ലസിൽ മാത്രമേ ഉള്ളൂ അതോ അരഞ്ഞണത്തിൽ? ഞങ്ങൾ പുതിയൊരു ലോകത്തായിരുന്നു. പ്രണയവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഞങ്ങളുടെ ലോകം. മെട്രോ സിറ്റിയുടെ തിരക്കിലും ഞങ്ങളുടെ ജീവിതം അങ്ങനെ പറന്നു നടന്നു. ശരിക്കും ഞങ്ങൾ പറക്കുക തന്നെയായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി. കാശിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്നേഹത്തിന്റെ ആഘോഷത്തിൽ ഞങ്ങൾ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. ജുഹു, ദാദർ, ബാന്ദ്ര, മെട്രോ റെയിൽ, മറൈൻ ഡ്രൈവ്, ലവേഴ്സ് പാർക്ക്, മുംബൈയിലെ ഓരോ ഇടങ്ങളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാവുമായിരുന്നു. നാട്ടിൻപുറത്തിന്റെ ശാന്തത പോലെ ഈ സിറ്റിയിലെ തിക്കും തിരക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ജീവിതം എത്രയും രസകരമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ വീട് കണ്ട, അതാണ് മന്നത്ത്. വർഷങ്ങൾക്ക് മുമ്പ് പോക്കറ്റിൽ വെറും 50 രൂപയായിട്ട് ഇവിടെ VT സ്റ്റേഷനിൽ വന്നിറങ്ങിയ സാക്ഷാൽ ഷാറൂഖ് ഖാന്റെ വീട്. വെറും 50 രൂപയിൽ നിന്നും 350 കോടി വില വരുന്ന ഈ വീട്ടിലേക്കുള്ള അയാളുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരാളുണ്ട്, ഗൗരി ഖാൻ, അയാളുടെ ഭാര്യ. ഇവിടെ ബാന്ദ്രയിൽ ചായക്കടയിട്ട് കുടുംബം പോറ്റാൻ അയാളോട് പറഞ്ഞില്ല ആ ഭാര്യ. പകരം തന്റെ പാഷൻ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മറ്റൊരു ഗൗരിക്കാനാവാനുള്ള വഴിയാണ് എന്റെ മുന്നിൽ തുറന്ന് മലർന്ന് കിടക്കുന്നത്. ഇതല്ലേ പറയാൻ വന്നേ? എനിക്ക് പുതിയ വഴിയൊന്നും തുറക്കണ്ട, ഉള്ള വഴി അടയാതിരുന്നാ മതി. നിനക്ക് എന്നെ ഇൻസ്പയർ ചെയ്തു റെഡി. നമുക്ക് ഷാരൂഖ് ഖാനെ കാണാൻ പറ്റുമെന്നൊന്ന് ചോദിച്ചാലോ? പിന്നെന്താ ചോദിക്കാം. ശരിക്കും ഈ ഷാറൂഖ് ഖാന് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ആ റിമി ടോമിക്ക് എവിടെ കണ്ടാലും പുള്ളി പൊക്കിയെടുത്ത് വട്ടം കിടക്കുന്ന കണ്ടിട്ടില്ലേ? मिस्टर शाहरुख खान नहीं मिल सकते. मिल सकता है? अलाउड नहीं है, किसी को मिलना अलाउड नहीं है. Just आप one. जाइए प्लीज. नहीं जाइए आप. देखो भाई साहब, हम मोहनलाल और मम्मूटी के संस्थान से आता हूँ. नहीं मिल सकते. बोला ना वो नहीं है यहाँ पे, आप मिल नहीं सकते. जाइए आपको बोला ना. हमारी सम्मति क्यों? बोला ना आपको नहीं मिल सकते. ഷാറൂഖ് ഖാൻ ഡേറ്റ് ചോദിച്ചു വരും.